ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ അധികം പേരൊന്നും എണീറ്റിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ കുട്ടികളിലേക്ക് സ്കൂളുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ തലേദിവസം രാത്രി തന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുക്ക് ചെയ്യാനൊരു നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല മടിയായിരിക്കും. അപ്പോൾ ഞാൻ അതേ ഉലുവയുടെ ഇലയൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് എടുത്തു. അതിനുശേഷം ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ തണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. മൂക്കാത്ത തണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അത് നല്ല ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഉലുവയുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഡയബറ്റിക്സിന് നല്ലതാണ്, അതുപോലെ ഫീഡിങ് മദേഴ്സിന് ഒക്കെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഉലുവയുടെ ഇല നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടാനില്ലെങ്കിൽ, എനിക്കറിയില്ല നാട്ടിലൊക്കെ അവൈലബിളാണ് എന്താണെന്നൊന്നും, കിട്ടാനില്ലെങ്കിൽ സാധാരണ ഉലുവ ഉണ്ടല്ലോ, നമ്മൾ കുക്കിങ്ങിന് എടുക്കണ ഉലുവ, അത് ജസ്റ്റ് ചട്ടിയിൽ മണ്ണിൽ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഈസി ആയിട്ട് മുളച്ച് വരും. ഉണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അത് 2 ഇല പ്രായം വരുന്ന ആ ഒരു സമയം തൊട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ആ ഒരു സമയം തൊട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുന്നുള്ളൂ. ഇതിപ്പോൾ കുറച്ച് വലിയ തണ്ടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് മുറിച്ച് വെച്ച ഉലുവയുടെ ഇല ചേർത്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഉപ്പ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ ഒരു യെല്ലോയിഷ് കളറിലല്ലേ ഇതിരിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമല്ലോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ആദ്യം കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ നോക്കാം. പിന്നെ ഉണ്ടാക്കലൊക്കെ പിന്നെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കണത്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് ദോശമാവ് ഉപയോഗിക്കുന്നത് തന്നെ. ദോശമാവൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് പരിപാടികളൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ അതേ നല്ല സോഫ്റ്റായിട്ട് ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് നീക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു പാക്കറ്റ് തൈര് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം. അതിന് ശേഷം ഇതും കൂടി നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ എടുത്തു വെച്ച തൈര് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമുക്കിനിയിപ്പോൾ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. അത് ചേർത്തിട്ട് നമുക്ക് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതേ ദോശമാവ് 3ാമത്തെ ദിവസം ബാക്കിയുള്ള ദോശമാവാണ്. അപ്പോൾ ഇന്നിനിപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടാക്കണമെന്നാണ് ആലോചിക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ദോശമാവ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത്രയ്ക്ക് തിക്നെസ് നമുക്ക് വേണ്ട. അതിന് ശേഷം ഞാൻ അതേ ഉണ്ണിയപ്പം ഒക്കെ ഉള്ള ചട്ടി ഉണ്ടല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി, അതെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഉഴുന്നുവടയുടെ മാവ് കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ ദോശമാവ് അരച്ച ആ ഒരു സമയത്ത് തന്നെ ഉഴുന്ന് എക്സ്ട്രാ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നുവടി ഉണ്ടാക്കാമല്ലോ. ശരിക്കും ഉഴുന്ന് അരച്ചതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസമൊക്കെ വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് എപ്പോഴാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഉഴുന്നുവടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ്, അതുപോലെ കറിവേപ്പില, പച്ചമുളക് അതെല്ലാം കൂടി ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം. എളുപ്പത്തിൽ പരിപാടി കഴിയില്ല. അല്ലെങ്കിൽ രാവിലെ തന്നെ ഇത് മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും. പിന്നെ കുറച്ച് മുഴുവനോട് കൂടിയ കുരുമുളകൊക്കെ ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പിന്നെ പൊടിഞ്ഞൊന്നും വരില്ല കേട്ടോ, അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. പിന്നെ എല്ലാം മുറിച്ചതും കൂടി നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു ഉഴുന്നരച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ മാവ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഇരിക്കണത്. ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. പിന്നെ നമ്മുടെ ദോശമാവ് കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാ കുഴികളിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞുല്ലോ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട, മലയാളികളുടെ എന്നൊന്നും പറയാൻ പറ്റില്ല, മലയാളികളും തമിഴന്മാരും ഒക്കെ ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഇഡ്ഡലി, വട അതുപോലെയുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ ദോശയുടെ കൂടിയുള്ള ഉഴുന്നുവട കോമ്പിനേഷൻ. ഉഴുന്നുവട പൊതുവെ മലയാളികൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതേ ഞാനൊരു കടായി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പനിയാരൊക്കെ ഒന്ന്
തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് സവോളയും ഇഞ്ചി പച്ചമുളക് അതൊക്കെ ചേർത്തിട്ടും പനിയാരം തയ്യാറാക്കുക, അതൊന്നും കൂടി ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള പനിയാരമാണ് ഉണ്ടാക്കുന്നത്. പൊതുവേ തമിഴ്നാട്ടിലൊക്കെ അവർ ദോശമാവിന് പുളി കൂടുന്ന സമയത്ത് അതിലേക്ക് സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക്, ബാംഗ്ലൂർ കാലാവസ്ഥയ്ക്ക് അങ്ങനെ ദോശമാവിൽ അങ്ങനെയൊന്നും പുളി കൂടില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരമൊക്കെ ഒന്ന് കുത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് എന്താ പറയുക, നല്ലെണ്ണ തീർന്നു. അപ്പോൾ ഇത് അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് അതൊക്കെ ഒഴിക്കണേ. രാവിലെ തന്നെ ഇങ്ങനത്തെ എണ്ണ തീരൽ പരിപാടികളൊക്കെ ആയിക്കഴിഞ്ഞു പിന്നെ അതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഒരു മെനക്കേടാണ് സത്യം പറഞ്ഞത്. നേരത്തെ നോക്കിയിട്ട് ഇതൊക്കെ തലേദിവസം തന്നെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സൗകര്യമാണ്. അപ്പോൾ അതേ പനിയാരം കുറച്ച് റെഡിയായി. നാളികേരം ഞാൻ സാധാരണ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളികേരം കുറച്ചധികമൊക്കെ ചെരുകി ഫ്രീസറിലൊക്കെ എടുത്തു വയ്ക്കും. അപ്പോൾ പിന്നെ രാവിലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടുതൽ നാളികേരപ്പാൽ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതേ ബാക്കിയുള്ള പനിയാരം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ്. അതിപ്പോൾ ദോശയ്ക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ലെണ്ണ, നെയ്യ് അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മാവുണ്ടല്ലോ, അരച്ച് വെച്ച ഒരു ഉഴുന്നുവടയുടെ മാവ് ഇതേ കയ്യിൽ കുറച്ച് 2 കയ്യിൽ നന്നായിട്ട് വെള്ളമാക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് നടുവിലൊരു എന്താ പറയുക, ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ കയ്യിലേക്ക് മാറ്റിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ എല്ലാ ഉഴുന്നുവടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്നുവട എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ ഒരു ഷേപ്പ് കിട്ടാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഞാൻ സ്പൂൺ വെച്ചിട്ട് വരെ കോരിയിട്ടിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ അത്ര അങ്ങോട്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 7:15 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പം ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവണം. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആയിരിക്കും സ്കൂളിലേക്ക് പോവുക. സ്നാക്കും ലഞ്ചുമാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ സ്നാക്സ് സാധാരണ എന്തെങ്കിലും ഫ്രൂട്ട്സ്, നട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കൊണ്ടുപോകാറ് സാധാരണ. അതായത് പല ദിവസങ്ങളും പല ഐറ്റംസ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അത് അതിനിടയിൽ പനിയാരും മറിച്ചിടുന്നുണ്ട്. എന്താ പറയുക, നാളികേരം കൊത്തിയെടുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ച് ഇടാട്ടോ. അപ്പം മടിയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ നാളികേരം ചെരുകാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക. അല്ലെങ്കിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചട്നിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ടില്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ചെറിയുള്ളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ഭാഗം നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉഴുന്നുവടയിൽ റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. റവ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ചിലർ അരിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അരിപ്പൊടി ക്രിസ്പിനെസ്സിനും ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഉഴുന്ന് തന്നെ ചേർത്തിട്ടുണ്ടാക്കണോ ഉഴുന്നുവടയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത്. ആ ഒരു ഉഴുന്നുവടയുടെ ഒരു ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പറാത്ത ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ നമുക്കിത് ഉരുട്ടി അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തവ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഓരോന്ന് പരത്തി അപ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് രാവിലെ ഇല്ലല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നില്ലേ. ഒരു എന്താ പറയുക, സ്കൂൾ ടൈമിങ് കുറച്ചും കൂടി വൈകിട്ടല്ലേ. അപ്പോൾ ഇത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സ്കൂൾ ടൈമിങ് എന്താ പറയുക, രാവിലെ നേരത്തെ പോവും, വൈകിട്ട് നേരത്തെ വരും. അങ്ങനെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, രാവിലത്തെ പരിപാടികൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ ഡിന്നർ എന്തെങ്കിലും കുട്ടികളൊക്കെ വരുന്ന ഒരു സമയത്തേക്ക് ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയാവും. ബാക്കി എല്ലാ പരിപാടികളും രാവിലെ തന്നെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഫ്രീ ആവും. ഞാൻ സാധാരണ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, കുട്ടികൾ പോയി കഴിഞ്ഞാൽ എഡിറ്റിംഗ് പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും സാധാരണ. അപ്പോൾ പനിയാരം എന്തെങ്കിലും മറിച്ചിടുകയാണ്. അതുപോലെ ഉഴുന്നുവടയും റെഡി ആയി വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. അത് നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനല്ലേ. അതുപോലെ വട സാമ്പാറൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ അതേ എണ്ണ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പപ്പടമൊക്കെ വറുത്തെടുക്കുന്ന ഒരു കമ്പിയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ പോവും. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ അടുത്ത പറാത്തി നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് എന്താ പറയുക,
വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് പറാത്ത ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അത് ഏത് പറാത്തയ്ക്കും അങ്ങനെ തന്നെയാണ്. എണ്ണയല്ലെങ്കിൽ നെയ്യൊക്കെയാണ് സാധാരണ ഇങ്ങനെ എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പനിയാരവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. പിന്നെ ഉഴുന്നുവട ഉണ്ടല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതായി. അപ്പോൾ രണ്ടിനും കൂടെ പിന്നെ ഒരു കോമ്പിനേഷൻ അതായത് കോക്കനട്ട് ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നുവടയുടെ കൂടിയും കഴിക്കാം, അതുപോലെ പനിയാരത്തിൻ്റെ കൂടിയും കഴിക്കാമല്ലോ. അപ്പോൾ ഒരൈറ്റം തന്നെ മതിയാവും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കുക്കുംബർ റൈത്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക മേത്തി പറാത്തിയും കൂടിയും റെഡിയായാൽ മതി. ഇത് പിന്നെ പെട്ടെന്ന് ആവണ കാരണം കുഴപ്പമില്ല. ഉഴുന്നുവട പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ മൊരിഞ്ഞൊക്കെ വരിക. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞങ്ങട് ക്രിസ്പി ആയിട്ട് വരുമ്പോഴല്ലേ ആ ഒരു ടേസ്റ്റ് ശരിക്കും വരിക. അപ്പോൾ നന്ദു അപ്പോഴേക്കും കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നന്ദുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതാണ്. ഇത് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറ കാണുമ്പോൾ ഇവർക്ക് എന്താ പറയുക, അതിൽ നോക്കി പ്രകടനങ്ങൾ കൂടുതലാണ് കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. അനുപണ്ണും ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഓഫീസിൽ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.